കോഴിക്കോട് വടകരയിൽ കാറിടിച്ച് 9 വയസ്സുകാരി അബോധാവസ്ഥയിലായ കേസിലെ പ്രതി ഷെജിലിന് ശിക്ഷ കിട്ടുമെന്ന് കരുതിയിരുന്നെന്ന ദൃശാനയുടെ അമ്മ. 15 ദിവസമെങ്കിലും പ്രതി ജയിലിൽ കിടക്കുമെന്ന് കരുതി. അപകടങ്ങളിൽ ഗൾഫ് നാടുകളിലേതിന് സമാനമായ ശിക്ഷ വേണമെന്നും അമ്മ പറഞ്ഞു. എനിക്ക് പറയാനുള്ള ഞാനും പ്രതീക്ഷിച്ചു എൻ്റെ ഈ കേസ് അയാൾക്കൊരു ശിക്ഷയെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ഒരു 15 ദിവസത്തെ റിമാൻഡെങ്കിലും. പക്ഷേ ഒരു ചത്തൊരു വില പോലും നിയമം എന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ നിയമത്തിനല്ലേ നമ്മൾ ആശ്രയിക്കുക. പക്ഷെ നിയമവും ഒരു വാഹന അപകടത്തിൻ്റെ ഒരു ഇതായിട്ടാണ് ഒരു ജീവനൊരു വില എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സമൂഹത്തിലില്ല. നമ്മളെപ്പോഴത്തെ ഒരു സ്ഥിതി ഇനി ഒരാൾക്കും വരാൻ പാടില്ല. അതുകൊണ്ട് ഈ നിയമം മാറിയിട്ടൊരു പുതിയ നിയമം തന്നെ വരണം. വാഹന അപകടമായാലും അതൊരു ശിക്ഷിക്കുന്ന നടപടി തന്നെ വേണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഗൾഫിലെല്ലാം കാണുന്നില്ലേ വാഹന അപകടത്തിൽ ശിക്ഷ, അതേപോലത്തെ ശിക്ഷ തന്നെ കേരളത്തിലും വരണം. കൂടുതൽ വിവരങ്ങളുമായി മിഥില ബാലൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. മിഥില, നമ്മൾ ഈ അമ്മയുടെ പ്രതികരണം കാണുകയായിരുന്നു. വളരെ വൈകാരികമാണ് പ്രതികരണം. അത് അമ്മയുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു നിലപാടെന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായി തന്നെ നമുക്ക് കാണേണ്ടതുണ്ട് അല്ലേ? തീർച്ചയായും. കാരണം ഈ ഒരു വാർത്താ സമ്മേളനം തന്നെ ഇന്നലെ പ്രതിക്ക് ജാമ്യം കിട്ടിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. അതിലുള്ള ഒരു പ്രതിഷേധമാണ്, സങ്കടമാണ്, അമർഷമാണ് ഈ ഒരു അമ്മയുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ കേട്ടത്. ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടക്കും, അല്ലെങ്കിൽ 15 ദിവസമെങ്കിലും ജയിലിൽ കിടക്കും എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ജയിലിൽ കിടന്നില്ല. നിയമത്തിൽ മാറ്റം വേണം. വാഹനാപകടം ഉണ്ടാക്കുന്നവർക്കെതിരെയും ശിക്ഷ വേണം. ഗൾഫ് നാടുകളിൽ ഏതു തരത്തിലുള്ള ശിക്ഷയാണോ സമാനമായ ശിക്ഷ കേരളത്തിലും നടപ്പാക്കണം എന്ന ഒരു ആവശ്യമാണ് ഈ 9 വയസ്സുകാരിയുടെ അമ്മ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊന്ന് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ കുഞ്ഞിൻ്റെ തുടർ ചികിത്സ വേണം. ഇപ്പോൾ തന്നെ വലിയ ഒരു സാമ്പത്തിക ബാധ്യത ഈ കുടുംബത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ തുക ഇവർക്ക് ചികിത്സയ്ക്കായി വേണ്ടിയിരിക്കുന്നു. സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി വീട് വിറ്റിട്ടായാലും ഈ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്താൻ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കുടുംബത്തിൻ്റെ തീരുമാനമുള്ളത്. അതേസമയം തന്നെ മറുഭാഗത്ത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെ കുടുംബം പറയുന്നു. ഇപ്പോൾ ഇവർ പ്രാധാന്യം നൽകുന്നത് കുഞ്ഞിൻ്റെ ചികിത്സയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വാർത്ത കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളതും ഈ കുഞ്ഞിനെ സഹായിക്കാൻ ആർക്കെങ്കിലും നല്ല മനസ്സ് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കുഞ്ഞിനെ സഹായിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ഈ 24-ലൂടെ ഈ വാർത്ത കാണുന്ന പ്രേക്ഷകരോട് ആവശ്യപ്പെടാനുള്ളത്. മേഘ്ന. ശരി, തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ചികിത്സയ്ക്ക് ഒരുപാട് പണം ആവശ്യമായിട്ടുണ്ട്. ആ കുട്ടി വല്ലാത്തൊരവസ്ഥയിലാണ്, കോമയിലാണ് കഴിയുന്നത്. അപ്പോൾ മരുന്നുകൾ ഒപ്പം തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഭാരിച്ചൊരു തുക തന്നെ ഈ ചികിത്സയ്ക്കായി ആകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല മനസ്സുള്ള നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നാൽ കുറച്ച് ചെറിയ തുക മാറ്റിവെച്ചാൽ ആ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കുള്ള പണം അതങ്ങനെ ആ കുടുംബത്തിനെത്തും. പക്ഷേ അമ്മയുടെ വൈകാരികമായ ആ പ്രതികരണം എന്ന് പറഞ്ഞാൽ അതൊരു വെറും വൈകാരിക പ്രതികരണമായി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഈ വാർത്ത പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അയാൾക്ക് ജാമ്യം നൽകിയത് ഏത് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെ ചോദിച്ച് അങ്ങനെയുണ്ടായിരുന്നു. പക്ഷേ നിയമമാണ്. നിയമത്തിൻ്റെ നടപടികളൊക്കെ ആ രീതിയിൽ തന്നെയാണ്. ആ കുഞ്ഞിന് നീതി ലഭിക്കണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ലഭിക്കുമെന്ന് തന്നെ നമുക്ക് ആശിക്കാം.